13 വർഷം കഴിഞ്ഞിട്ടും കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായില്ല. ഇതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നീണ്ട 8 വർഷമായി നമ്മുടെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെ പണി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. കഴിഞ്ഞ 5 മാസം മുമ്പ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരത്തോടു കൂടി കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 50 കുട്ടികൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് അവിടെ ക്ലാസ് ആരംഭിച്ചു. പക്ഷേ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടത് ഹോസ്പിറ്റലാണ്. ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കോവിഡ് സമയത്തും അതിനു മുമ്പും അതിനു ശേഷമൊക്കെ ചികിത്സ കിട്ടാതെ ഒരുപാട് ആളുകൾ, പാവപ്പെട്ട രോഗികൾ മരിച്ചുപോയ എത്രയോ കഥകൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സർക്കാർ മേഖലയിൽ ഇല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പാവപ്പെട്ട രോഗികൾക്ക് ആകെയുള്ളൊരു ആശ്രയം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിന്റെ പ്രധാനപ്പെട്ട ഘടകമായ ഹോസ്പിറ്റൽ കഴിഞ്ഞ 8 വർഷമായി അതിൻ്റെ പണി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൂർത്തിയാക്കാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 1-2 വർഷമായി അതിൻ്റെ ഫോളപ്പിലാണ്, സമരസമിതി അതിൻ്റെ ഫോളപ്പിലാണ്. പക്ഷെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ അധികാരികളൊക്കെ നമുക്ക് ഉറപ്പ് നൽകുന്നതല്ലാതെ ആ പണി പുനരാരംഭിക്കാനുള്ള യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെ ആ അസ്ഥികൂടം പോലെയുള്ള ആ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ പോയപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു സമരം നടത്തിയിരുന്നു, ഞെട്ടിക്കൽ സമരം എന്നൊരു സമരം നടത്തിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ സമരം ഇപ്പോൾ കാസർഗോട്ടേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നാളെ മുതൽ 24-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനിശ്ചിതകാല സമരം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. നമുക്കെല്ലാവർക്കും അറിഞ്ഞതുപോലെ ഒരുപാട് 2013-ലാണ് തറക്കല്ലിട്ടത്. 2014 അന്നത്തെ ഗവൺമെന്റ് ഇതിനു വേണ്ടി പണം കൂട്ടാക്കാതിരുന്നപ്പോൾ അന്ന് നമ്മുടെ ഇവിടുത്തെ ഒപ്പുമരച്ചൂട്ടിൽ, പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒപ്പുമരച്ചൂട്ടിൽ 2014-ലാണ് ഞങ്ങൾ സമരം ആരംഭിച്ചത്. നീണ്ട 14 ദിവസത്തെ സമരത്തിന് ശേഷം അന്നത്തെ ഗവൺമെന്റിൽ നിന്ന്, ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ നിന്ന്, അതായത് അക്കാദമിക് ബ്ലോക്കിനും ഹോസ്പിറ്റൽ കെട്ടിടത്തിനും പണം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വാങ്ങിയിട്ടാണ് അന്ന് ഞങ്ങൾ സമരം പിൻവലിച്ചത്. സമരസമിതി ചെയർമാൻ മാഹിൻ കേളോട്ട്, കൺവീനർ സോമശേഖര, രക്ഷാധികാരി അഹമ്മദ് ഷെരീഫ്, ഭാരവാഹികളായ കെ ഗിരീഷ്, ഹമീദ് ബാറക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.